നിങ്ങളൊരു ടാറ്റ കസ്റ്റമർ ആണെങ്കിൽ നിങ്ങൾ നല്ലൊരു സർവീസ് സെന്റർ ചൂസ് ചെയ്യാന്നുള്ളതാണ് ആദ്യം ചെയ്യേണ്ട ഒരു കാര്യം. അല്ല എങ്കിൽ രാത്രി 9 മണിക്ക് സർവീസ് സെന്ററിൽ കയറി ഇറങ്ങേണ്ട ഒരു അവസ്ഥ നിങ്ങൾക്ക് വന്നേക്കാം. ഞാൻ ചേട്ടൻ്റെ വീഡിയോ എടുക്കാത്ത ചേട്ടനോട്ടുള്ളൊരു ഇതിൻ്റെ പുറത്താണ്. ഓക്കെ, ഞാൻ കൊട്ടാരക്കര സർവീസിൽ കഴിഞ്ഞ തവണ ഞാൻ വണ്ടി സർവീസിന് വന്നപ്പോഴത്തേക്ക് എനിക്ക് കാലിബ്രേഷൻ ചെയ്യണമെന്ന് പറഞ്ഞു. അത് കറക്റ്റ് ആയിരുന്നോ? ഇല്ല, കറക്റ്റ് ആയില്ല. അത് കഴിഞ്ഞ് ഒരു മാസം മുന്നേ ഞാൻ ചേട്ടൻ്റെ അടുത്ത് വിളിച്ചു പറഞ്ഞായിരുന്നു, ഇങ്ങനൊരു പ്രശ്നമുണ്ട്, എൻ്റെ വണ്ടി അത് കറക്റ്റ് ആയിട്ടില്ല, നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് വീൽ അലൈൻമെൻറ്റ് ചെയ്യാൻ പോയപ്പോഴേ അവർ പറഞ്ഞു നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്ത് സ്റ്റിയറിംഗ് തിരിച്ച് വെച്ചേക്കുവാണ്, അല്ലാതെ ഇത് കാലിബ്രേഷൻ കറക്റ്റ് ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞു. എന്നിട്ട് ഞാൻ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇതുപോലെ നിങ്ങൾ ആരെങ്കിലും വിട്ട് എവിടെയെങ്കിലും ടെക്നീഷ്യനെ പഠിപ്പിക്കണം, ഇതിനെപ്പറ്റി അറിയാവുന്ന ആരെങ്കിലും വേണം, ഞാൻ അടുത്ത മാസം സർവീസിന് വരുന്നുണ്ട്, ഇല്ലെങ്കിൽ എനിക്ക് കുഴപ്പമില്ല, ട്രിവാൻഡ്രം മോട്ടേഴ്സ് കൊണ്ടുപോയിട്ടായാലും ഞാൻ ചെയ്തോളാം എന്ന് പറഞ്ഞു. അപ്പോൾ നിങ്ങൾ എന്ത് പറഞ്ഞു? കുഴപ്പമില്ല, ഇവിടെ അറിയാവുന്നവരുണ്ട്, കൊണ്ടുവരാൻ പറഞ്ഞു. ഞാൻ കൊണ്ടുവന്നു. എന്നിട്ട് ഞാൻ പറഞ്ഞു എനിക്ക് സമയം എടുത്താലും കുഴപ്പമില്ല, ഈ പറയുന്ന കണക്ക് കറക്റ്റ് ചെയ്ത് തരണമെന്ന് പറഞ്ഞു. ഏകദേശം ഒരു 6 മണി കഴിഞ്ഞതിന് ശേഷമാണ് വണ്ടി തന്നത്. എന്നിട്ടും ഇപ്പോഴും വണ്ടി കംപ്ലൈൻ്റ് എന്നാണ് കാണിക്കുന്നത്. ഇനി ഞാൻ എന്ത് വേണം? ഒരു ടാറ്റ EV എടുത്തൊരു കസ്റ്റമർ എന്ന നിലയിൽ കൊട്ടാരക്കര മുത്തൂറ്റ് സർവീസ് ചെയ്ത ഒരു വണ്ടിയുടെ അവസ്ഥയാണ് ഈ പറയുന്നത്. ഓക്കെ, ഞാൻ ഇനി എന്ത് വേണം? ഓക്കെ, നിങ്ങൾ രാവിലെ തൊട്ട് ചെക്ക് ചെയ്തിട്ട് എനിക്ക് ഓക്കെ, ഞാൻ വൈകിട്ട് വിളിച്ച് പറഞ്ഞ റെക്കോർഡും എൻ്റെ കയ്യിലുണ്ട്. എന്താ പറഞ്ഞത്? ഈ പറയുന്ന കണക്ക് ടയർ എനിക്ക് മാറാനുള്ളതാണ്, വെട്ടി തേയുന്നുണ്ട്, എൻ്റെ 22,000 കിലോമീറ്ററിൽ ഒരു ടയർ പോയത് ഇവിടെ സർവീസ് ചെയ്തിട്ടാണ്, എനിക്ക് ടയർ മാറണമെങ്കിൽ ഈ കാര്യം കറക്റ്റ് ചെയ്തേ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ അടുത്ത് എന്ത് പറഞ്ഞു? ഒരു കുഴപ്പമില്ല, കാലിബ്രേഷൻ എല്ലാം കെടിലുമായി, ഞാൻ ഗ്യാരണ്ടി പറയുന്നു എന്ന് പറഞ്ഞുകൊണ്ട് പ്രിൻസ് ആണ് പറഞ്ഞത്, ചെയ്യാൻ പറഞ്ഞത് അല്ലേ. എന്നിട്ട് ഞാൻ വണ്ടി ഓടിച്ചപ്പോഴത്തേക്ക് എനിക്ക് ഓടിക്കുമ്പോൾ ഉണ്ടാകുന്ന വ്യത്യാസമാണ്. ഇനി ഇതിനകത്ത് മെക്കാനിക്കലി എന്തൊക്കെ പ്രശ്നം ഉണ്ടെന്നുള്ള കാര്യം അറിയത്തില്ല. ഹലോ എവരിവൺ, വെൽക്കം ടു EV ട്രിപ്സ് ആൻഡ് ടിപ്സ്. ഇപ്പൊ നമ്മൾ കുറച്ച് നാളായി ഒരു വീഡിയോ ഒക്കെ ചെയ്തിട്ട് നമുക്ക് സർവീസ് റിലേറ്റഡ് ആയിട്ട് കുറച്ച് ഇഷ്യൂസ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ആ ഒരു ഇഷ്യൂ സോൾവ് ആവുമെന്ന് നോക്കിയതിന് ശേഷം വീഡിയോ ചെയ്യാന്ന് വിചാരിച്ചു. അപ്പൊ ആക്ച്വലി സർവീസ് റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ EV ആയതുകൊണ്ടുള്ള ഇഷ്യൂ അല്ല, ഏതൊരു ടാറ്റ വണ്ടിക്കും വരാവുന്ന ഒരു ഇഷ്യൂ ആണ്. സ്റ്റിയറിംഗ് കാലിബ്രേഷന്റെ ഇഷ്യൂ ആണ് നമ്മുടെ വണ്ടിക്ക് ഉണ്ടായിരുന്നത്. അപ്പൊ നമ്മളെ വണ്ടി 45,000 കിലോമീറ്ററിന്റെ സർവീസിന് കഴിഞ്ഞ മാസം കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ ഒരു സർവീസിന് കൊടുക്കുന്ന സമയത്ത് ആക്ച്വലി ആ ഒരു ടൈമിലല്ല, അതിന് മുന്നേ നമ്മൾ 37,500 സർവീസ് ചെയ്ത സമയത്തും സ്റ്റിയറിംഗിന്റെ ആ ഒരു ഇഷ്യൂ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം എന്താണ് ഇഷ്യൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആക്ച്വലി സ്റ്റിയറിംഗ് ഒരു സൈഡിലേക്ക് ചരിഞ്ഞിരുന്നാൽ മാത്രമായിരിക്കും സ്ട്രെയിറ്റ് പോകുന്നത്. അതായത് ഒന്നുകൂടെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ട് സ്റ്റിയറിംഗ് വെച്ച് കഴിഞ്ഞാൽ വണ്ടി ഒരു സൈഡിലേക്ക് പോകുന്ന ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. അപ്പൊ അതായിരുന്നു ആ ഒരു ഇഷ്യൂ. അപ്പം 37,500 സർവീസിന്റെ ടൈമിൽ നമ്മളത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ ഒരു ടൈമിൽ അവരത് ക്ലിയർ ചെയ്തു എന്ന് പറഞ്ഞിട്ടാണ്, നമുക്ക് കുറച്ച് സമയം എടുത്തിട്ടാണ് അവര് വണ്ടി തന്നത് തന്നെ അന്ന്. അപ്പൊ ആ ഒരു ഇഷ്യൂ പരിഹരിക്കാനായിട്ട് അലൈൻമെന്റ് ചെയ്യണം, പിന്നെ അതുപോലെ തന്നെ ഈ പറയുന്ന കണക്ക് കുറെ പ്രശ്നങ്ങളുണ്ട്, അത് കറക്റ്റ് ചെയ്യാൻ സമയം എടുക്കുമെന്ന് പറഞ്ഞപ്പോൾ അവർ സമയം എടുത്തതിന് ശേഷമാണ് നമുക്ക് അന്ന് വണ്ടി തന്നതും. അന്ന് എല്ലാ പ്രശ്നങ്ങളും സോൾവ് ആയെന്ന് പറഞ്ഞ് വണ്ടി തന്നതിന് ശേഷം നമ്മൾ ഏകദേശം 2,000 കിലോമീറ്റർ കഴിഞ്ഞപ്പോഴത്തേക്ക് പുറത്ത് വീൽ അലൈൻമെന്റിന് കൊണ്ടുപോയപ്പോഴത്തേക്ക് അപ്പൊ ആ ഒരു പുറത്തുള്ള പ്രൈവറ്റ് പാർട്ടീസ് പറഞ്ഞത് ഇതിന്റെ കാലിബ്രേഷൻ കറക്റ്റ് ആയിട്ട് ചെയ്തിട്ടില്ല. ഈ പറഞ്ഞ സ്റ്റിയറിംഗിൽ എന്തോ അഡ്ജസ്റ്റ്മെന്റ് ചെയ്തു, അതായത് സ്റ്റിയറിംഗ് സ്ട്രെയിറ്റ് വെച്ചിട്ട് വീല് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചേക്കുവാണ്, കാലിബ്രേഷൻ കറക്റ്റ് ചെയ്തിട്ടില്ല എന്നാണ് ആ ഒരു 2,000 കിലോമീറ്റർ കഴിഞ്ഞ് നമ്മൾ അലൈൻമെന്റ് ചെയ്യാൻ ചെന്നപ്പോഴത്തേക്കും ആ ഒരു പ്രൈവറ്റ് പാർട്ടീസ് പറഞ്ഞത്. അപ്പൊ നമ്മൾ ആ ഒരു ഈ ഒരു ഇഷ്യൂ ഒരുപാട് ടാറ്റയുടെ വണ്ടികളിൽ കാണുന്നുണ്ട്. അപ്പൊ അപ്പോഴേ തന്നെ ഗ്രൂപ്പിൽ ചർച്ച ചെയ്യുന്ന ഒരു കാര്യമാണ് ഈ പറഞ്ഞ പല ഷോറൂമുകളിലും ഈ ഒരു കാര്യം പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള അറിവ് ടെക്നീഷ്യൻസിന് ഇല്ല എന്നുള്ളത്. അപ്പൊ ഞാൻ കൊട്ടാരക്കര മുത്തൂറ്റിലാണ് സർവീസ് ചെയ്യുന്നത്. അപ്പൊ നേരത്തെ ഉള്ള സർവീസുകളെല്ലാം ഓക്കെ ആയിരുന്നു, എനിക്ക് ആക്ച്വലി കംപ്ലൈന്റുകളൊന്നും ഇതുവരെ വന്നിട്ടില്ല, എല്ലാം ജനറൽ ചെക്കപ്പും അങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രമായിരുന്നു. അപ്പം ഞാൻ ആ ഒരു ഷോറൂമിൽ വിളിച്ചു പറഞ്ഞു, കാര്യം ഇങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ട്, നിങ്ങൾ കഴിഞ്ഞ തവണ കാലിബ്രേഷൻ ചെയ്തപ്പോഴത്തേക്ക് കറക്റ്റായിട്ട് ചെയ്തിട്ടില്ല, നിങ്ങളൊരു കാര്യം ചെയ്യണം, ഞാൻ അടുത്ത തവണ എനിക്ക് വേണമെങ്കിൽ ട്രിവാൻഡ്രം മോട്ടോഴ്സിൽ കൊണ്ടുപോയി കൊടുക്കാം, അപ്പൊ അത് കുറച്ച് ദൂരം ആയതുകൊണ്ട് തന്നെ എനിക്കിവിടെയാണ് പ്രിഫറബിൾ. പിന്നെ നിങ്ങളൊരു കാര്യം ചെയ്യുക, ആ ഒരു കാര്യം ഏതെങ്കിലും ഒരു ടെക്നീഷ്യന് വിട്ട്, നിങ്ങൾക്ക് അപ്പൊ അറിവില്ലെങ്കിൽ കുഴപ്പമില്ല, പക്ഷെ ഏതെങ്കിലും ഒരു ടെക്നീഷ്യന് വിട്ട് ഈ ഒരു കാലിബ്രേഷന്റെ കാര്യം കറക്റ്റായിട്ട് നിങ്ങൾ പഠിച്ചതിന് ശേഷം മാത്രം എന്റെ വണ്ടി സർവീസിന് എടുക്കാവൂന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ വണ്ടി സർവീസിന് കൊടുക്കുന്നതിന്റെ തലേന്നും അവരെ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു, കാര്യം എനിക്ക് ഇത്തവണ കാലിബ്രേഷൻ കറക്റ്റായിട്ട് ചെയ്യണമെന്ന്. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ അലൈൻമെന്റ് ഷോറൂമിൽ ചെയ്തതിന്റെ ഭാഗമായിട്ട് എന്റെ വണ്ടിയുടെ ടയർ ഒന്ന് വെട്ടിത്തഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ എനിക്ക് ടയർ മാറണമെങ്കിൽ ഈ ഒരു അലൈൻമെന്റിന്റെ ഇഷ്യൂ പരിഹരിച്ചാൽ മാത്രമേ, ഈ പറഞ്ഞ കാലിബ്രേഷന്റെ ഇഷ്യൂ പരിഹരിച്ചാൽ മാത്രമേ എനിക്ക് വീല് ചേഞ്ച് ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ അവരുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിങ്ങളത് കറക്റ്റ് ചെയ്ത് തരണം, കറക്റ്റ് ചെയ്താൽ മാത്രമേ എനിക്കിത് ചെയ്യാൻ പറ്റത്തുള്ളൂ. ടെക്നീഷ്യൻസിന് ഇതിനെപ്പറ്റി നോളജ് ഉണ്ടോ, നിങ്ങൾക്ക് ട്രെയിനിങ് കിട്ടിയോ എന്നൊക്കെ ചോദിച്ചപ്പോഴത്തേക്ക് പ്രിൻസ് എന്ന് പറയുന്ന ഒരു അഡ്വൈസർ ആയിരുന്നു. അപ്പൊ അദ്ദേഹം പറഞ്ഞത് ഈ പറഞ്ഞ എല്ലാം ക്ലിയർ ആണ്,
ആണ്, ഇവിടെ എല്ലാവർക്കും അറിയാം, നിങ്ങൾ ധൈര്യമായിട്ട് വണ്ടി ഇനി കൊണ്ടുവന്നാൽ മതി എന്നാണ് പറഞ്ഞത്. അങ്ങനെ ഞാൻ വണ്ടി കൊണ്ടുവന്ന് കൊടുത്തു. ഞാൻ ആക്ച്വലി വർക്കിംഗ് ആയതുകൊണ്ട് തന്നെ എൻ്റെ ഓഫീസ് ടൈമിനുള്ളിൽ തരണമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ രാവിലെ 9 മണിയായപ്പോഴത്തേക്ക് വണ്ടി കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ പക്ഷെ അവർ ഒരു വൈകുന്നേരം ആയപ്പോൾ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ആ ഒരു ടൈം 4 മണി ടൈമിനുള്ളിൽ എനിക്ക് അവർക്ക് വണ്ടി തരാൻ പറ്റത്തില്ല, ഇത് കുറച്ച് ഈ പറഞ്ഞ കുറെ എന്തൊക്കെയോ പണികളുണ്ട്. ഞാൻ പറഞ്ഞു ഓക്കെ ശരി കുഴപ്പമില്ല, നിങ്ങൾ എപ്പോഴാണോ വണ്ടി കറക്റ്റ് ആവുന്നത് ആ ഒരു ടൈമിൽ ചെയ്തു തന്നാൽ അത് കാര്യം എനിക്കത് കംപ്ലൈന്റ് പരിഹരിക്കണം, എന്നാൽ മാത്രമേ എനിക്ക് അടുത്ത ദിവസം കൊണ്ടുപോയി ടയർ മാറാൻ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു ഓക്കെ ശരി എന്ന് പറഞ്ഞു. അങ്ങനെ 7 മണിയായപ്പോഴത്തേക്ക് എല്ലാ പ്രശ്നങ്ങളും പരിഹരിച്ചു എന്ന് പറഞ്ഞിട്ട് എൻ്റെ വണ്ടി തിരിച്ച് എനിക്ക് കൊണ്ടുവന്ന് തന്നു. അപ്പോൾ ഞാൻ അത്ര നേരം വെയിറ്റ് ചെയ്യായിരുന്നു, അത് വേറെ കാര്യം, അതൊക്കെ പോട്ടെ, കാര്യം പ്രശ്നം പരിഹരിക്കുന്നുണ്ടെങ്കിൽ അതൊന്നും ഒരു പ്രശ്നമുള്ള കാര്യമല്ലല്ലോ. അപ്പം അങ്ങനെ എനിക്ക് കൊണ്ടുവന്ന് വണ്ടി തന്നപ്പോഴത്തേക്ക് ആക്ച്വലി എനിക്ക് പിക്കപ്പ് ആൻഡ് ഡ്രോപ്പ് ആയിരുന്നു. അപ്പോൾ ആ ഒരു ടൈമിൽ ഞാൻ ഈ പറയുന്ന പിന്നെ സർവീസ് അഡ്വൈസർ ആയിട്ടുള്ള പ്രിൻസിനെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ചോദിച്ചു കംപ്ലൈന്റ് എല്ലാം പരിഹരിച്ചിട്ടുണ്ടോ? അപ്പോൾ പറഞ്ഞാൽ എല്ലാം പരിഹരിച്ചിട്ടുണ്ട്, 100% ഗ്യാരണ്ടിയാണ്, സാറിന് ധൈര്യമായിട്ട് ടയർ മാറാം, ഈ പറയണക്ക് ഇപ്പം വേറെ ഇഷ്യൂ ഒന്നുമില്ല എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാൻ ഓക്കെ ശരി എന്ന് പറഞ്ഞിട്ട് ഞാൻ വണ്ടി ഓടിച്ചു നോക്കുമ്പോൾ നേരത്തെ ഉണ്ടായിരുന്ന ആ ഒരു ഇഷ്യൂ, അതായത് സ്റ്റിയറിങ് ഈ പറയണക്ക് നേരെ വെച്ച് കഴിഞ്ഞാൽ വണ്ടി സൈഡിലേക്ക് പോകും. അപ്പോൾ എൻ്റെ ആദ്യത്തെ സംശയം, ഈ സർവീസ് അഡ്വൈസർ ആയിട്ടുള്ള ഈ ഒരു വ്യക്തി എന്നോട് 100% വണ്ടി ടയർ മാറിക്കോ, ഈ പറയണക്ക് ഒരു പ്രശ്നവും ഇല്ല എന്ന് പറഞ്ഞൊരു വ്യക്തി ഈ വണ്ടി ഒന്ന് ഓടിച്ചു പോലും നോക്കാതെയാണ് ഈ ഒരു കാര്യം പറഞ്ഞിട്ടുള്ളത്. കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പം എനിക്ക് ഈ പറഞ്ഞ ടെക്നിക്കൽ സൈഡോ അല്ലെങ്കിൽ ഇതൊന്നും അറിയത്തില്ല, ആ ഒരു വ്യക്തിയായിട്ടുള്ള എനിക്ക് പോലും ഈ വണ്ടി ഓടിച്ചു നോക്കിയപ്പോൾ വണ്ടി സൈഡിലേക്ക് പോകുന്നു എന്നുള്ളൊരു ഇഷ്യൂ ഫേസ് ചെയ്തു. അപ്പൊ അത് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. അപ്പം ഒരു സർവീസ് അഡ്വൈസർ ഈ പറയുന്ന ഇങ്ങനെ ഇത്രയും ഗ്യാരണ്ടി കൊടുക്കുന്നതിന് മുന്നേ ആ ഒരു വണ്ടി, അതും ഞാൻ നോർമൽ ഒരു കസ്റ്റമർ അല്ല, ഞാൻ ഇതിന് മുന്നേ കംപ്ലൈന്റ് പറഞ്ഞിട്ടുണ്ട്, ഈ ഒരു കംപ്ലൈന്റിനെ പറ്റി നിങ്ങൾ പഠിക്കണം, നിങ്ങൾ അത് നല്ല രീതിയിൽ ചെയ്യണം, എന്നാൽ മാത്രമേ ടാറ്റയുടെ സർവീസ് നന്നായി വരത്തോളം എന്നൊക്കെ പറഞ്ഞിട്ട് ടാറ്റയെ ഒന്ന് നന്നാക്കാൻ വേണ്ടിയിട്ട് എടുത്ത് വിളിച്ച് പറഞ്ഞൊരു വ്യക്തിയാണ് ഞാൻ. എന്നിട്ട് പോലും എനിക്ക് കിട്ടിയ ഒരു സർവീസ് ഇതാണെങ്കിൽ അത്രത്തോളം ഈ പറയുന്ന കണക്ക് ഒന്നും വിളിച്ചു പറയാതെ ചുമ്മാ കൊണ്ടുപോയി ശരിയാക്കാൻ പോകുന്ന ഒരു കസ്റ്റമറിന് എന്ത് സർവീസ് ആയിരിക്കും കിട്ടുമെന്ന് നിങ്ങൾക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. അത് മാത്രമല്ല, ഇതൊരു EV റിലേറ്റഡ് ആയിട്ടുള്ള പ്രശ്നമല്ല, ടാറ്റയുടെ ഏതൊരു വണ്ടിക്കും ഈ ഒരു ഇഷ്യൂ ഉണ്ടാവാം. അപ്പൊ നമ്മുടെ ഒരു സുഹൃത്തിന് ഇതുപോലെ, ആലപ്പുഴയുള്ള ഒരു സുഹൃത്തിന് ഇതുപോലെ ഒരു ഇഷ്യൂ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പൊ അദ്ദേഹം ഇതുപോലെ ഗോകുലം മോട്ടേഴ്സിലൊക്കെ കൊണ്ടുപോയതിനു ശേഷം പരിഹരിക്കാൻ പറ്റാഞ്ഞിട്ട് പിന്നെ ആലപ്പുഴയിൽ നിന്ന് ട്രിവാൻഡ്രത്ത് കൊണ്ടുപോയി കൊടുത്തിട്ട് ആണ് ആ ഒരു പ്രശ്നം പരിഹരിച്ചത്. അപ്പൊ ആക്ച്വലി സർവീസ് സെന്റർ അല്ല ഇഷ്യൂ എന്ന് പറയുന്നത്, സർവീസ് സെന്ററിലുള്ള വ്യക്തികളാണ്. പലർക്കും ഈ പറയുന്ന കാര്യത്തെ പറ്റി ഒരു നോളജ് ഇല്ലാത്തതാണ്. അപ്പൊ ഞാൻ ഇതിന് മുന്നേ കൊട്ടാരക്കര മുത്തൂറ്റിലായിരുന്നു സർവീസ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പൊ അന്നൊക്കെ എനിക്ക് നല്ല സർവീസ് തന്നെയായിരുന്നു കിട്ടിക്കൊണ്ടിരുന്നത്. അപ്പൊ ഇപ്പം മോശം സർവീസ് ആയപ്പോഴത്തേക്ക് ഞാനൊന്ന് തിരക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോഴേ എനിക്കറിയാൻ കഴിഞ്ഞത് ഈ പറയുന്ന നേരത്തെ ഉണ്ടായിരുന്ന സർവീസിലുള്ള ആൾക്കാരെല്ലാവരും ലെക്സന്റെ പുതിയ ഷോറൂം തുടങ്ങിയപ്പോഴത്തേക്ക് നിലമേലേക്കും അതുപോലെ തന്നെ ഭരണിക്കാവിലേക്കും പോയി. ഇപ്പൊ അവർ ഹയർ ചെയ്തേക്കുന്നത് അത്രത്തോളം എക്സ്പീരിയൻസ് ഇല്ലാത്ത മാരുതി എന്നൊക്കെ വന്ന ആൾക്കാരെയാണ്. അപ്പൊ മാരുതി എന്ന് പറയുന്ന അറിയാമല്ലോ, ഈ പറഞ്ഞ കംപ്ലൈന്റുകളൊന്നും അധികം ഇല്ലാത്ത വണ്ടിയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അതിന്റെ സർവീസ് ചെയ്യുന്ന ആൾക്കാർക്ക് ഇത്ര കാര്യം, ആക്ച്വലി ടാറ്റയുടെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടാറ്റയ്ക്ക് ചെറിയ രീതിയിലുള്ള മാനുഫാക്ചറിംഗ് ഡിഫക്റ്റുകളൊക്കെ എന്തൊക്കെയോ ഉണ്ട്, അത് പരിഹരിക്കുക എന്നുള്ളതാണ് ഈ പറയുന്ന സർവീസ് സെന്റർ ചെയ്യുന്നത്. അത് കറക്റ്റായിട്ട് സർവീസ് സെന്ററിൽ പരിഹരിച്ചു കഴിഞ്ഞാൽ ഈ ഒരു ഇഷ്യൂ ഇല്ല. ശരിക്കും പറഞ്ഞു കഴിഞ്ഞപ്പം ഈ കാലിബ്രേഷന്റെ ഇഷ്യൂ 45,000 മറ്റു വണ്ടികൾ വരുമെന്നുള്ള കാര്യം എനിക്ക് അറിയത്തില്ല. അപ്പൊ എനിവേ എന്തായാലും ഞാൻ ഈ പറയുന്ന പ്രശ്നം എനിക്ക് പരിഹരിച്ച് തരാത്തത് കൊണ്ട് തന്നെ അപ്പോഴും എന്നെ സർവീസ് അഡ്വൈസറിനെ വിളിച്ചു. അപ്പൊ നിങ്ങൾ ഷോറൂമിലുണ്ടെങ്കിൽ ഞാൻ എന്റെ വണ്ടി കൊണ്ടുവരാമെന്ന് പറഞ്ഞു. ഞാനൊരു 7:30 ആയപ്പോഴത്തേക്ക് വീണ്ടും കൊട്ടാരക്കരയുള്ള മുത്തൂറ്റില് വണ്ടി കൊണ്ടുചെന്നു. അപ്പൊ ഞാൻ ചെന്നപ്പോഴത്തേക്ക് ഈ പറയുന്ന കണക്ക് ലാപ്ടോപ്പുമായിട്ട് നിൽക്കുവാണ് ഇത് ശരിയാക്കാനായിട്ട്. അപ്പൊ അപ്പോഴേ അവർക്ക് അറിയാം ഈ ഒരു വണ്ടിക്ക് എന്തോ പ്രശ്നമുണ്ടെന്ന്. അപ്പം അവർ ഓടിച്ചു പോലും, അതാണ് എനിക്ക് ഏറ്റവും ഫീൽ ആയ ഒരു കാര്യം. ഇത്രയും കംപ്ലൈന്റ് പറഞ്ഞിട്ടും ആ ഒരു വണ്ടി ഒന്ന് ഓടിച്ചു നോക്കാതെ എനിക്ക് തിരിച്ചു തരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എന്തിനാണ് ആ ഒരു അഡ്വൈസർ എന്ന് പറയുന്നത്? അതിന്റെ ഏറ്റവും കോമഡി, ഞാൻ അദ്ദേഹത്തോട് പിന്നീട് ചോദിച്ചു, നിങ്ങൾ ഇത് ഈ വണ്ടി ഓടിച്ചു നോക്കിയില്ലേ, എനിക്കത് മനസ്സിലാക്കാൻ പറ്റുമെന്ന് പറഞ്ഞപ്പോൾ അയാൾ പറഞ്ഞത് എന്റെ അടുത്ത് മെക്കാനിക്ക് പറഞ്ഞ് ശരിയായെന്നുള്ളതാണ്. അപ്പൊ അങ്ങനെ മെക്കാനിക്ക് പറഞ്ഞ് ശരിയായെങ്കിൽ പിന്നെ അങ്ങനെ ഒരു അഡ്വൈസറിന്റെ ആവശ്യമുണ്ടോ? അവരെ ആ ഒരു പ്രശ്നം പരിഹരിച്ചൊന്ന് ചെക്ക് ചെയ്യാനും ആ ഒരു കാര്യം ക്ലിയർ ചെയ്യാൻ വേണ്ടിയാണല്ലോ ഒരു അഡ്വൈസർ ഉള്ളത്. അപ്പൊ എനിവേ ഞാൻ ചെന്നപ്പോഴേ അവർ ലാബുമായിട്ട് ഇറങ്ങി. അപ്പൊ ഞാൻ പറഞ്ഞു പറ്റത്തില്ല, എനിക്ക് ഈ ഒരു കംപ്ലൈന്റ് ഉണ്ടെന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കണം. അപ്പൊ ഞങ്ങൾ ആ ഒരു ടൈമിൽ 7:30-8 മണി സമയത്ത് ടെസ്റ്റ് ഡ്രൈവിനായിട്ട് പോയിട്ടുണ്ടായിരുന്നു. അപ്പൊ അവര് ഓടിച്ചപ്പോഴും ഈ പറഞ്ഞ സ്റ്റിയറിംഗിന്റെ ഇഷ്യൂ ഉണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു, ഞാൻ അന്ന് തന്നെ കൊണ്ടുപോയതിന്റെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ മറ്റന്നാളെ 2 ദിവസം കഴിഞ്ഞ് ഓടുമ്പോൾ നമുക്ക് ആണ് നല്ല ഓട്ടം ഉണ്ടാവും. അപ്പൊ ഒരു 500 കിലോമീറ്റർ ഓടി കഴിഞ്ഞാൽ അവർ പറയും ചിലപ്പോൾ ഇത്രയും കിലോമീറ്റർ ഓടിയാണ്ട്. അപ്പൊ എന്റെ വണ്ടി സർവീസ് ചെയ്ത് ഒരു 10-20 കിലോമീറ്റർ ഓടിയതിന്റെ ശേഷമാണ് ഞാൻ തിരിച്ചുകൊണ്ട് ചെല്ലുന്നത്. അപ്പൊ ഇഷ്യൂ ഉണ്ടെന്ന് ക്ലിയർ ആക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ്. കാര്യം അവിടെ പോയി കഴിഞ്ഞാൽ പരിഹരിക്കാൻ പറ്റത്തില്ല എന്ന് എനിക്ക് ഉറപ്പുണ്ട്. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 തവണ പറഞ്ഞ് ചെയ്യിപ്പിച്ചിട്ട് പോലും പരിഹരിക്കുന്നില്ലെങ്കിൽ പിന്നെ ഒരു അരമണിക്കൂർ കൊണ്ട് അവർ ഒരിക്കലും പരിഹരിക്കപ്പെടത്തില്ല എന്ന് എനിക്കറിയാം. പക്ഷെ ഈ ഒരു കാര്യം ഈ പറയണക്ക് കംപ്ലൈന്റ് ആണെന്നുള്ള കാര്യം അവരെ മനസ്സിലാക്കി അതിനായിട്ട് ഇപ്പൊ ടാറ്റ മോട്ടോഴ്സ് ആയാലും
അല്ലെങ്കിൽ അതിന്റെ അതോറിറ്റീസ് ആയാലും ഒരു നടപടി എടുക്കണം, അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യണമെന്ന് എനിക്കുണ്ടായിരുന്നു. അതിന് വേണ്ടിയിട്ട് മാത്രമാണ് ഞാൻ അവിടെ പോയത്. അപ്പൊ അവര് പിന്നീട് ഏകദേശം ഈ പറഞ്ഞ 8 മണിയായപ്പോൾ എന്റെ വണ്ടി വീണ്ടും അകത്തോട്ട് കയറ്റിയിട്ട് വീണ്ടും പണിയാനായിട്ട് നോക്കി. പിന്നെ സ്റ്റിയറിംഗ് എല്ലാം അഴിച്ച് ഓരോന്നൊക്കെ ചെയ്ത് ലാസ്റ്റ് ഒരു 9 മണിയൊക്കെ ആയപ്പോഴത്തേക്ക് ഏകദേശം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ ഒരു ടൈമിൽ ഞാൻ അഡ്വൈസറോട് കാര്യമായിട്ട് മാത്രമാണ് സംസാരിച്ചത്. വേറെ ആരും എനിക്ക് എന്റെ വീട്ടിലെ കാര്യങ്ങളും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ മാറ്റി വെച്ചിട്ടാണ് രാത്രി 9 മണിക്ക് ഞാൻ അവിടെ നിൽക്കുന്നത്. അപ്പോ 7 മണി വരെ വെയിറ്റ് ചെയ്ത് നന്നാക്കി കിട്ടിയ ഒരു വണ്ടിയാണ്. പിന്നെ 9 മണിക്ക് ഞാൻ ശരിയാക്കാൻ പോയതെന്നുള്ള കാര്യം എല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. പിന്നീട് അന്ന് ഞാൻ ആക്ച്വലി അടുത്ത ദിവസം തന്നെ ഈ ഒരു ഇഷ്യൂ ഇത് എങ്ങനെയാണ് റിപ്പോർട്ട് ചെയ്യേണ്ടതെന്നോ ഉള്ള ഡീറ്റെയിൽ നമുക്ക് അറിയാൻ പറ്റത്തില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രശ്നം. കാര്യം നോർമലി ഈ പറഞ്ഞ മാരുതിക്കൊക്കെ ആണെങ്കിൽ നമ്മൾ സർവീസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു കോൾ വരും. ഇപ്പോൾ എറണാകുളത്ത് നിന്ന് ഒരു കോൾ വരും, അത് കഴിഞ്ഞ് ഓൾ ഇന്ത്യ ലെവലിൽ ഒരു കോൾ വരും, അങ്ങനെയൊക്കെ കോൾ വരും. പക്ഷേ ടാറ്റ മോട്ടോഴ്സിന് അങ്ങനെ ഒരു പ്രത്യേകത ഉണ്ട്, ഒരു രീതിയിലുള്ള കോൾ വരത്തില്ല. അപ്പം നമുക്ക് ഈ ഒരു കംപ്ലൈന്റ് ഉണ്ടെങ്കിൽ പോലും അത് ഈ പറയണക്ക് പരിഹരിക്കാനോ അല്ലെങ്കിൽ ഈ പറഞ്ഞ കണക്ക് അതിന് ഒരു ഒരു നടപടി എങ്ങൊന്നും സ്വീകരിക്കത്തില്ല. അതാണ് ഇതിന്റെ വേറെ പ്രശ്നം എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് പലപ്പോഴും. പക്ഷേ എനിവേ എനിക്ക് അടുത്ത ദിവസം ഞാൻ ആക്ച്വലി ആ ഒരു ഷോറൂമിൽ ചെന്നിട്ട് ബാക്കി അവിടെ നിന്നുണ്ടായിരുന്ന ബാക്കി മെക്കാനിക്കിനോടൊക്കെ ഈ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാര്യം ഞാൻ 2 തവണ എനിക്ക് പരിഹരിക്കണമെന്ന് പറഞ്ഞു. ഞാൻ എടുത്ത് വിളിച്ചു പറഞ്ഞു ടെക്നീഷ്യനെ വിട്ട് നിങ്ങൾ പഠിപ്പിക്കണമെന്നുള്ള കാര്യം. ഇതൊക്കെ പറഞ്ഞിട്ടും എനിക്ക് ഈ പറഞ്ഞ പ്രിൻസ് എന്ന് പറയുന്ന വ്യക്തി എനിക്കത് പരിഹരിച്ച് തന്നില്ല എന്ന് പറഞ്ഞതുകൊണ്ട് ചിലപ്പോൾ മെക്കാനിക്കുകൾ ഈ ഒരു ഇഷ്യൂ അടുത്ത ദിവസം അവരുടെ CRM-നെ അറിയിച്ചിട്ടുണ്ടായിരിക്കും. എനിക്ക് ആൽബിൻ എന്ന് പറയുന്നൊരു CRM അടുത്ത ദിവസം എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അദ്ദേഹം ഭയങ്കര നല്ല രീതിയിലായിരുന്നു സംസാരിച്ചത്. ഈ പറഞ്ഞ സാറിന് വണ്ടി കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഞങ്ങൾ പരിഹരിച്ചു തരാം. പക്ഷെ എനിക്ക് അപ്പോഴും വീണ്ടും മുത്തൂറ്റിലേക്ക് വണ്ടി കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് താല്പര്യമില്ലായിരുന്നു. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് 2 തവണ ചൂടുവെള്ളത്തിൽ വീണ ഒരു ആള് വീണ്ടും കൊണ്ടുപോയി വെച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പം എനിവേ പിന്നെ അദ്ദേഹം ഭയങ്കര നൈസായിട്ടുള്ളൊരു സംസാരമായിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ ഓക്കെ ശരി, ഞാൻ കാര്യം നമ്മൾ EV ആണ് യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ പല ദിവസങ്ങളിൽ ഒരു ദിവസത്തേക്ക് ഈ ഒരു വണ്ടി മാറ്റി വെക്കുക എന്ന് പറയുന്നത് നമുക്ക് ബുദ്ധിമുട്ടായിട്ടുള്ളൊരു കാര്യമാണ്. കാര്യം ഡെയിലി അത്രയും കിലോമീറ്റർ ഓട്ടമുള്ള ഒരാളാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ എനിക്ക് ആ ഒരു വീക്ക് ഞാൻ ഫ്രീ അല്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് കഴിഞ്ഞിട്ട് ഞാൻ ആക്ച്വലി നെക്സ്റ്റ് വീക്ക് 2 തവണ ആൽബിനെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ എല്ലാം നമ്പർ ബിസി ആയിരുന്നു. തിരിച്ചെനിക്ക് കോളൊന്നും വന്നില്ല. അത് ചിലപ്പം കോള് അവർ അറിയാത്തത് കൊണ്ടായിരിക്കാം. ഇനി ഞാൻ ആക്ച്വലി ഇപ്പം ഫ്രീ അല്ല, ഇപ്പൊ ഓണമായിട്ട് തിരക്ക് ഓട്ടത്തിലൊക്കെയാണ്. അതുകൊണ്ട് എനിക്ക് ഇനിയിപ്പം ഫ്രീ ആകുമ്പോൾ വീണ്ടും ഒന്ന് വിളിച്ച് നോക്കണം. അപ്പൊ ഈ ഒരു ഇഷ്യൂ, അതായത് സ്റ്റിയറിംഗ് കാലിബ്രേഷന്റെ ഇഷ്യൂ നിങ്ങൾക്ക് ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ നല്ല ഏതെങ്കിലും സർവീസ്, ഇപ്പൊ എന്റെ അറിവിൽ ആക്ച്വലി ഈ പറഞ്ഞ ട്രിവാൻഡ്രം മോട്ടോഴ്സിൽ അത് പരിഹരിക്കപ്പെടുന്നുണ്ടെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. നമ്മുടെ ഒരു ഫ്രണ്ട് അത് ആലപ്പുഴയിൽ നിന്ന് പോയി ശരിയാക്കിയിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ ആക്ച്വലി ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു സർവീസ് സെന്റർ, അത് ചിലപ്പം ഈ പറയുന്ന കണക്ക് 50 കിലോമീറ്റർ അപ്പുറത്തായിരിക്കും, ചിലപ്പോൾ 100 കിലോമീറ്റർ അപ്പുറത്തായിരിക്കാം. എപ്പോഴായാലും നിങ്ങൾക്ക് ഒരു ഇഷ്യൂ ഉണ്ടെങ്കിൽ അത് പരിഹരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എവിടെയായാലും പോയി പരിഹരിക്കപ്പെടുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അല്ലാതെ ഇപ്പം ഈ പറയുന്ന കണക്ക് ടാറ്റ മോട്ടോഴ്സിന്റെ അടുത്തുള്ള ഷോറൂമിൽ പോയി കഴിഞ്ഞാൽ ചിലപ്പം നമുക്ക് ആ ഒരു ഇഷ്യൂ പരിഹരിക്കപ്പെടണമെന്നില്ല. പിന്നെ ഈ പറയണക്ക് പലപ്പോഴും EV സർവീസ് ചെയ്യാനുള്ള ഓതറൈസേഷൻ പല സർവീസ് സെന്ററുകൾക്കും ഇല്ല. ഈ പറയണക്ക് ഞാൻ കൊട്ടാരക്കര മുത്തൂറ്റിലാണ് ചെയ്യുന്നത്. അവിടെ ഇപ്പൊ പലപ്പോഴും എനിക്ക് ഈ ബില്ല് തരാറില്ല. അപ്പൊ അവര് പറയുന്നത് കൊല്ലത്തു നിന്നാണ് ബില്ല് വരുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ കണക്ക് ലേറ്റ് ആവും എന്നുള്ള രീതിക്കൊക്കെ അവർ പറയുന്നുണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ EV നിങ്ങൾ സർവീസ് സെന്റർ EV സർവീസ് സെന്റർ ആണോ എന്നുള്ള കാര്യം ചെക്ക് ചെയ്യുക. എല്ലാ സർവീസ് സെന്ററിനും EVയുടെ അതോറിറ്റി അവർ കൊടുത്തിട്ടില്ല. അതുകൊണ്ട് തന്നെ ആ ഒരു അങ്ങനെ രീതിയിലുള്ള ടെക്നീഷ്യൻസ് അവിടെ ഉണ്ടാവണമെന്നില്ല. പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം, ഇതൊരിക്കലും EV റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ഇഷ്യൂ അല്ല. ടാറ്റയുടെ ഏതൊരു വണ്ടിക്ക്, ഈവൻ ഹാരിയറിനോ ഇപ്പൊ ഇറങ്ങിയ കർവിന് വരെ വരാവുന്ന ഒരു ഇഷ്യൂ ആണ്. കാര്യം ഇത് സ്റ്റിയറിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ഇഷ്യൂ ആണ്. ഈ പറഞ്ഞ ഇതുവരെ EV റിലേറ്റഡ് ആയിട്ട് എനിക്ക് ഒരു ഇഷ്യൂവും ഫേസ് ചെയ്തേണ്ടി വന്നിട്ടില്ല. ബാക്കി എനിക്കെല്ലാം നോർമൽ ചെക്കപ്പ് ആയതുകൊണ്ട് തന്നെ ഇതുവരെയും നല്ല സർവീസ് ആയിരുന്നു. ഇടയ്ക്ക് പിന്നെ ഈ പറഞ്ഞ കൊല്ലം മുത്തൂറ്റിൽ എന്റെ ഒരു ബമ്പർ റീപ്ലേസ്മെന്റ് ആയിട്ട് ഒരു ഇഷ്യൂ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അത് ഞാൻ ഓൾറെഡി ഷെയർ ചെയ്തിട്ടുണ്ട്. അതും എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. കാര്യം ആ ഒരു ബമ്പർ എനിക്ക് അന്ന് ഭയങ്കരമായിട്ട് ബൾജ് ചെയ്തിരിക്കുന്നതുകൊണ്ടാണ് എന്റെ ഫുൾ ബമ്പർ മാറ്റിയത്. ഒരു സൈഡ് ബൾജ് ചെയ്തിരിക്കുന്നതുകൊണ്ടാണ് ഫുള്ള് മാറ്റിയത്. എന്നിട്ടും ഇപ്പോഴും അവിടെ ഒരു ബൾജിങ് ഉണ്ട്. ആ ഒരു ബൾജിങ്ങിന്റെ ഇഷ്യൂ ഞാൻ കഴിഞ്ഞ 2-3 സർവീസ് ആയിട്ട് പറയുന്നുണ്ട്. അതും ഇപ്പോഴും പരിഹരിക്കപ്പെട്ടിട്ടില്ല. ഇപ്പോഴും ചെറിയ രീതിയിൽ ഒരു ബൾജിങ്, വണ്ടി തട്ടിയിട്ടുണ്ടെന്നുള്ള രീതിയിൽ മനസ്സിലാവുന്ന രീതിയിൽ ഒരു ബൾജിങ് ഉണ്ട് അവിടെ. അപ്പൊ ഇതൊക്കെ എന്താ ഇപ്പൊ ഒരു അന്ന് ആദ്യം ഇടയ്ക്ക് വെച്ച് ഞാൻ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞതെന്ന് പറഞ്ഞാൽ അതിന്റെ ഏതൊരു പാർട്സ് റീപ്ലേസ് ചെയ്ത് കറക്റ്റ് ആയിട്ടില്ല. അപ്പൊ അത് ഇടുമ്പോൾ ശരിയാവുമെന്നൊക്കെയാണ് പറഞ്ഞത്. അപ്പൊ അതും ഇഷ്യൂ ഇതുവരെ പരിഹരിക്കപ്പെട്ടിട്ടില്ല. അപ്പൊ ഞാൻ ഇനി ഉദ്ദേശിക്കുന്നത് പുറത്ത് ഏതെങ്കിലും പ്രൈവറ്റ് പാർട്ടീസിനെ കൊണ്ട് ഇത് സ്റ്റിയറിംഗ് കാലിബ്രേഷൻ ചെയ്യിക്കുക, അല്ലെങ്കിൽ ഈ പറഞ്ഞ ട്രിവാൻഡ്രം മോട്ടോഴ്സിൽ കൊണ്ടുപോകാൻ പറ്റുമെങ്കിൽ ട്രിവാൻഡ്രം മോട്ടോഴ്സിൽ കൊണ്ടുപോയി ചെയ്യുക എന്നുള്ളതാണ് എന്റെ ഇപ്പോഴത്തെ പ്ലാൻ എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഈ പറഞ്ഞ കാര്യം ഇത് കുറെ ആൾക്കാർക്ക് ഈ ഒരു ഇഷ്യൂ ഉണ്ടെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പൊ സ്റ്റിയറിംഗ് കാലിബ്രേഷൻ ഇഷ്യൂ ഫേസ് ചെയ്തിട്ടുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ എവിടെ നിന്നാണ് പരിഹരിക്കപ്പെട്ടിട്ടുള്ളതെന്നും അതുപോലെ തന്നെ ടാറ്റ മോട്ടോഴ്സിന്റെ സർവീസ് എങ്ങനെ ഉണ്ടെന്നും. ഇപ്പം ഞാൻ എല്ലാ സർവീസ് സെന്ററിനെ അടച്ച് ആക്ഷേപിക്കുന്നില്ല. ഇപ്പൊ ഞാൻ എടുത്തു പറഞ്ഞു ട്രിവാൻഡ്രം മോട്ടോഴ്സ് എന്ന് പറഞ്ഞാൽ, അപ്പൊ അവരും
നല്ല സർവീസ് ആയിരിക്കും പ്രൊവൈഡ് ചെയ്യുന്നത്. പിന്നെ ഞാൻ പറഞ്ഞു ലെക്സൺ, അപ്പൊ അവരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഓൾറെഡി മുത്തൂറ്റിലുണ്ടായിരുന്ന ആൾക്കാരെല്ലാവരും ഇപ്പൊ അവിടെയാണുള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ അവിടെ നല്ല ടെക്നീഷ്യൻസ് ആയിരിക്കും ഉള്ളത്. അപ്പം നല്ല ടെക്നീഷ്യൻസ് ഉള്ളത് എവിടെയാണോ അവിടെ നോക്കി പോവുക. അപ്പൊ നിങ്ങൾക്ക് നല്ല സർവീസ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ള സർവീസ് സെന്ററുകൾ ഏതെങ്കിലും ഉണ്ടെങ്കിൽ അതൊന്ന് കമന്റ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഏതെങ്കിലും സർവീസ് സെന്ററിൽ നിന്ന് ബാഡ് എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതും കൂടെ ഒന്ന് ഷെയർ ചെയ്യുക. അപ്പൊ ഇത് ആക്ച്വലി EV റിലേറ്റഡ് ആയിട്ടുള്ള ഒരു കണ്ടന്റ് അല്ല. നമ്മുടെ വണ്ടി ടിയാഗോ EV ആയതുകൊണ്ടാണ് ടാറ്റ റിലേറ്റഡ് ആയിട്ടുള്ള സർവീസ് ഇഷ്യൂ നമ്മൾ ഇവിടെ ഷെയർ ചെയ്തത്. അപ്പൊ EV റിലേറ്റഡ് ആയിട്ടുള്ള കൂടുതൽ കണ്ടന്റ്സുമായിട്ട് നമുക്ക് ഇനിയും കാണാം. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ഫ്രം EV ട്രിപ്സ് ആൻഡ് ടിപ്സ്.